അഞ്ചാം ക്ലാസ്സിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അഞ്ചാം ക്ലാസ്സിൽ പുതിയ പുസ്തകമാണല്ലേ പഠിക്കാനുള്ളത്. എല്ലാ പുസ്തകങ്ങളും നിങ്ങളുടെ മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ചേച്ചിമാരും ചേട്ടന്മാരും പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള പുസ്തകമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നിങ്ങളുടെ ഒന്നാമത്തെ യൂണിറ്റ് ദ വാംത്ത് ഓഫ് ലവ്. ദ വാംത്ത് ഓഫ് ലവ് എന്താണ് അതിന് മീനിങ്? ദ വാംത്ത് ഓഫ് ലവ്. ദ വാംത്ത് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഊഷ്മളത, അതായത് സ്നേഹത്തിൻ്റെ ഇളം ചൂട് അല്ലേ. എല്ലാവർക്കും സ്നേഹം ഇഷ്ടമല്ലേ? സ്നേഹത്തിൻ്റെ ഇളം ചൂടിൽ പറ്റിച്ചേർന്ന് കഴിയാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. അതാണ് ദ വാംത്ത് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ഇളം ചൂട്. ദ വാംത്ത് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഇളം ചൂട്, സ്നേഹത്തിൻ്റെ ഊഷ്മളത എന്ന് പറയും. പ്രശസ്ത ചിന്താകാരനായിട്ടുള്ള റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ളൊരു കോട്ട് നിങ്ങൾക്കിവിടെ ഈ ഒരു ചിത്രത്തിൻ്റെ കീഴിലായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. ഭൂമിയാണ് സ്നേഹിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇടം അല്ലേ. മരിച്ചാൽ പിന്നെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? നമുക്ക് ഒരാളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ മരണശേഷം പറ്റുമോ? ഇല്ലല്ലേ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം. അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇടം അത് ഭൂമിയാണ്. ഭൂമിയിൽ വെച്ച് തന്നെ നമ്മുടെ സ്നേഹം നമ്മൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം അല്ലേ. ഇനി അടുത്ത പേജിലായിട്ട് ഇതാ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 2 പിക്ചർ കാണാം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് അബോവ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് അബോവ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ആ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് നോക്കുക. 2 ബോയ്സ് ആർ ഗെറ്റിംഗ് റെഡി ഫോർ സ്കൂൾ. 2 ബോയ്സ് എന്താണ്? ആർ ഗെറ്റിംഗ് റെഡി ഫോർ സ്കൂൾ. സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആകുകയാണ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്? വാട്ട് ഈസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്? എന്താണ് ഫസ്റ്റ് ബോയ് ഡൂയിങ് ചെയ്യുന്നത്? ഈസ് ഹി ഹാപ്പി? അവന് ഹാപ്പിയാണോ? ഹാപ്പിയാണോ? യെസ്, ഫസ്റ്റ് ബോയ് ഈസ് ഹാപ്പി അല്ലേ. ഈസ് വെരി ഹാപ്പി. ഹി ലുക്സ് ലൈക്ക് വെരി ഹാപ്പി. വാട്ട് ഈസ് ഹിസ് റീസൺ? എന്തായിരിക്കും അതിൻ്റെ റീസൺ? വാട്ട് ഈസ് ദ റീസൺ? ഹീസ് ഇൻട്രസ്റ്റ് അല്ലേ. അവന് ഇൻട്രസ്റ്റ് ഉണ്ട്. എന്തിന്? ടു ഗോ ടു സ്കൂൾ. സ്കൂളിൽ പോകാൻ വേണ്ടി അവന് ഇൻട്രസ്റ്റ് ഉണ്ട്. അതാണ് അവന് അവന് ഇങ്ങനെ ഹാപ്പി ആയിട്ടുള്ളതിനുള്ള കാരണം. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്? എന്താണ് സെക്കൻഡ് ബോയിൻ്റെ അവസ്ഥ? എന്താണ്? ഹീസ് ക്രൈയിങ് അല്ലേ. ഹീസ് ക്രൈയിങ് അല്ലേ. അപ്പോൾ എന്താണ്? വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? എന്താണ് അവൻ്റെ അമ്മ എന്താണ് ചെയ്യുന്നത്? അമ്മ എന്താണ് ചെയ്യുന്നത്? അമ്മ അവനിങ്ങനെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ടിങ്ങനെ സമാധാനിപ്പിക്കുകയാണല്ലേ. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ യൂണിറ്റിലോട്ട് കിടക്കാം. നമ്മുടെ യൂണിറ്റിൽ നമ്മുടെ ആദ്യത്തെ പാഠത്തിൻ്റെ പേര് ദ കിസ്സിങ് ഹാൻഡ്. ദ കിസ്സിങ് ഹാൻഡ്. കൂട്ടുകാരൊക്കെ ഒന്ന് പറഞ്ഞേ, ദ കിസ്സിങ് ഹാൻഡ്. കിസ്സിങ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ചുംബനമേറ്റ കൈകൾ. ദ കിസ്സിങ് ഹാൻഡ്. ഇൻ ദി സ്റ്റോറി എ ലിറ്റിൽ റാക്കൂൺ നെയ്മഡ് ചെസ്റ്റർ ഈസ് ഹെസിറ്റന്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ടു ഹിം. ഈ കഥയിൽ എ ലിറ്റിൽ റാക്കൂൺ നെയ്മഡ് ചെസ്റ്റർ. റാക്കൂൺ എന്ന് പറയുന്ന ഒരു ആനിമലാണ്. അവൻ്റെ പേരെന്താണ്? ചെസ്റ്റർ. ചെസ്റ്റർ എന്നാണ്. ഈസ് ഹെസിറ്റന്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. അവനെന്താണ്? സ്കൂളിൽ പോകാൻ മടിയാണ്. ഹെസിറ്റന്റ്, അവന് മടിയാണ്. നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻ ടു ഹിം. ഇനി നോക്കാം അവന് എന്താണ് സംഭവിച്ചത്. അവൻ സ്കൂളിൽ പോയോ, അവനല്ല വീട്ടിലിരുന്നോ എന്നൊക്കെ നമുക്ക് നോക്കാം. നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻ ടു ഹിം. അവൻ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ചെസ്റ്റർ റാക്കൂൺ സ്റ്റുഡ് അറ്റ് ദി എഡ്ജ് ഓഫ് ദി ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. ചെസ്റ്റർ റാക്കൂൺ എന്ത് പറഞ്ഞു? ചെസ്റ്റർ റാക്കൂൺ സ്റ്റുഡ് അറ്റ് ദി എഡ്ജ് ഓഫ് ദി ഫോറസ്റ്റ്. സ്റ്റുഡ് നിന്നു. അറ്റ് ദി എഡ്ജ് ഓഫ് ദി ഫോറസ്റ്റ്. ഫോറസ്റ്റിൻ്റെ എഡ്ജിലായിട്ട്, അതായത് അവസാനം കടക്കാനായി, ഫോറസ്റ്റ് കടക്കാനായി, എന്നാൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് എഡ്ജിലായിട്ട് നിന്നുകൊണ്ട് എന്ത് പറഞ്ഞു? കരയാണ്. ഹിസ് ക്രൈയിങ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് സ്കൂളിൽ പോകണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ഹി ടോൾഡ് ഹിസ് മദർ. അവൻ അമ്മേനോട് പറയാണ്, അമ്മ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് സ്കൂളിൽ പോകണ്ട. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് അമ്മേൻ്റെ കൂടെ വീട്ടിൽ നിന്നാൽ മതി. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്കെൻ്റെ ടോയ്സുമായിട്ട് കളിക്കണം. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. എനിക്കെൻ്റെ പുസ്തകങ്ങൾ വായിക്കണം. ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. എനിക്ക് എൻ്റെ ഊഞ്ഞാലാടണം. ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. എനിക്ക് എൻ്റെ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടണം. പ്ലീസ് ഐ സ്റ്റേ ഹോം വിത്ത് യു. അമ്മ ഞാൻ അമ്മേൻ്റെ കൂടെ ഇവിടെ നിന്നോട്ടെ. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് സ്കൂളിൽ പോകണ്ട. മിസ് റാക്കൂൺ ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ് ആൻഡ് നെസിൽഡ് ഹിസ് ഇയർ.
മിസ് റാക്കൂൺ എന്ത് ചെയ്തു? അമ്മ റാക്കൂണ് ടുക്ക് ചെസ്റ്ററിനെ ഇങ്ങനെ എടുത്തു, ബൈ ദ ഹാൻഡ്, കയ്യിലിങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്തു? നസിൽഡ് ഹിസ് ഇയർ, അവളുടെ ചെസ്റ്റർ റാക്കൂൻ്റെ ചെവി ഇങ്ങനെ അമർത്തി, ചെവി ഇങ്ങനെ തിരിച്ചു. ചെസ്റ്റർ റാക്കൂൻ്റെ ചെവിയിൽ ഇങ്ങനെ അമർത്തിയിട്ട് അമ്മ പറയാണ്, സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു. സംടൈംസ് ചിലപ്പോഴൊക്കെ വി ഓൾ ഹാവ് ടു ഡു തിങ്സ്, നമുക്കെല്ലാവരും, വി ഓൾ ഹാവ്, നമ്മളെല്ലാവരും ചെയ്യേണ്ടി വരും എന്ത്? നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. വി ഡോണ്ട് വാണ്ട് ടു ഡു, നമുക്ക് ഇഷ്ടമില്ലാത്തതും നമ്മൾ ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ഷീ ടോൾഡ് ഹിം ജെൻലി, അമ്മ ആരോട് പറഞ്ഞു? ചെസ്റ്റർ റാക്കൂണിനോട് മെല്ലെ, നല്ല ജെൻലി ആയിട്ട്, സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ അമ്മ ചെസ്റ്റർ റാക്കൂണിനോട് പറഞ്ഞു. ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കേറി അറ്റ് ഫസ്റ്റ്, പക്ഷെ ഫസ്റ്റ് എന്ത് തോന്നും? ഇറ്റ് സീംസ് സ്ട്രേഞ്ച് ആൻഡ് സ്കേറി, അത് വളരെ അപരിചിതം, നമുക്ക് പരിചയമില്ലാത്തതായിട്ട് തോന്നും. പിന്നെന്ത് തോന്നും? സ്കേറി, പേടിപ്പെടുത്തുന്നതായിരിക്കും ഫസ്റ്റ് ദിവസം. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്, ആദ്യം പേടിപ്പിക്കുന്നതും പരിചയമില്ലാത്തതൊക്കെ ആണെങ്കിലും ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്, നീ ഒരിക്കൽ പോയി തുടങ്ങിയാൽ നീ എന്ത് ചെയ്യും? നിൻ്റെ സ്കൂള് നീ വളരെയധികം ഇഷ്ടപ്പെടും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, നിനക്ക് എന്ത് ചെയ്യാം? പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം. ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്, അല്ലേ? പുതിയ ടോയ്സായിട്ട് കളിക്കാം. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്, നിനക്ക് പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ കിട്ടും. ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്, പുതിയ ഊഞ്ഞാലിലൊക്കെ ആടാം. ചെസ്റ്റർ റാക്കൂൺ എന്താണ് ആദ്യം പറഞ്ഞത്? എനിക്ക് വീട്ടിലിരുന്നാൽ മതി, എനിക്കെൻ്റെ ടോയ്സുമായിട്ട് കളിക്കണം, ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, അല്ലേ? ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ് എന്നൊക്കെയാണ് ആദ്യം എന്ത് പറഞ്ഞത്? ചെസ്റ്റർ റാക്കൂൺ പറഞ്ഞത്. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? അമ്മ പറഞ്ഞത്, ഇവൻ യു ഗോ ടു സ്കൂൾ, നീ സ്കൂളിൽ പോയാൽ യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, നിനക്ക് പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം. യു ക്യാൻ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്, നിനക്ക് പുതിയ ടോയ്സുമായിട്ട് കളിക്കാം. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്, നിനക്ക് പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ കിട്ടും. ആൻഡ് സ്വിങ് ഓൺ എ ന്യൂ സ്വിങ്, നിനക്ക് പുതിയ ഊഞ്ഞാലാടാം. ബിസൈഡ്സ് ഷീ ആഡഡ്, അവൾ അതിൻ്റെ കൂടെ എന്തുകൂടി കൂട്ടിച്ചേർത്തു? ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട്, എനിക്കൊരു വളരെ രസകരമായിട്ടുള്ള ഒരു സീക്രട്ട് അറിയാം. ദാറ്റ് ഐ വിൽ മേക്ക് യു നൈറ്റ് അറ്റ് സ്കൂൾ സീംസ് അവാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. അതെന്ത് ചെയ്യും ആ സീക്രട്ട്? യു വിൽ മേക്ക്, അത് നിന്നെ എന്താക്കും? യുവർ നൈറ്റ് അറ്റ് സ്കൂൾ, നിൻ്റെ സ്കൂളിലെ രാത്രികൾ എന്ത് ചെയ്യും? വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം, നീ വീട്ടിലുള്ളത് പോലെ തന്നെ എന്ത് ചെയ്യും? നല്ല കംഫർട്ടായ രീതിയിൽ നിൻ്റെ സ്കൂളുകളിലെ രാത്രികൾ നിന്നെ ആക്കും. ഞാൻ ആ സീക്രട്ട് നിനക്ക് പറഞ്ഞു തരാം, ആ സീക്രട്ട് എനിക്കറിയാം. ചെസ്റ്റർ വൈപ്ഡ് എവേ ഹിസ് ടിയർ ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. അത് കേട്ടപ്പോൾ ചെസ്റ്റർ എന്ത് ചെയ്തു? വൈപ്ഡ് എവേ ഹിസ് ടിയേഴ്സ്, എന്ത് ചെയ്തു? തുടച്ചു കളഞ്ഞു. എന്ത്? ഹിസ് ടിയേഴ്സ്, റാക്കൂൺ കരയാണല്ലേ, അപ്പോൾ ടിയേഴ്സ് കണ്ണുനീര്, വൈപ്ഡ് എവേ തുടച്ചു കളഞ്ഞു. ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്, എന്ത് ചെയ്തു? ഇൻട്രസ്റ്റോടെ അമ്മേനെ ഇങ്ങനെ നോക്കി, ഇൻട്രസ്റ്റോടെ നോക്കുകയാണ്. എ സീക്രട്ട്, വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ടോ? എന്ത് തരം സീക്രട്ട്? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? എ വെരി ഓൾഡ് സീക്രട്ട് സെഡ് മിസ് റാക്കൂൺ. അമ്മ എന്ത് പറഞ്ഞു? എ വെരി ഓൾഡ് സീക്രട്ട്, അതൊരു വലിയ പഴയ സീക്രട്ടാണ്, ഒരു രഹസ്യമാണ്. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ, ഞാനത് എവിടുന്നാണ് പഠിച്ചതെന്നോ? എൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്നാണ് പഠിച്ചത്. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹെർ മദർ. എൻ്റെ അമ്മ പഠിച്ചത് അത് അമ്മയുടെ അടുത്തു നിന്നാണ് പഠിച്ചത്. ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹെർ മദർ, അമ്മയുടെ അടുത്തു നിന്നാണ് അമ്മ അത് പഠിച്ചത്. ഇറ്റ്സ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്, ആ സീക്രട്ടിന് എന്താണെന്ന് പറയാം? ഇറ്റ്സ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്, അതിന് ചുംബനമേറ്റ കൈകൾ എന്നാണ് അതിന് പറയുക. ദ കിസ്സിങ് ഹാൻഡ് ആസ്ക്ഡ് ചെസ്റ്റർ. കിസ്സിങ് ഹാൻഡോ? അതെന്താണ്? ചെസ്റ്റർ ചോദിച്ചു. ഐ വിൽ ഷോ യു, അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അമ്മ പറയാണേ, ഐ വിൽ ഷോ യു, ഞാൻ കാണിച്ചു തരാം. മിസ് റാക്കൂൺ ടുക്ക് ചെസ്റ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് സ്പ്രെഡ് ഹിസ് ടൈനി ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. മിസ് റാക്കൂൺ എന്ത് ചെയ്തു? ചെസ്റ്റർ റാക്കൂണിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ എടുത്തു, ലെഫ്റ്റ് ഹാൻഡിലൂടെ ഫിംഗേഴ്സ് ഇങ്ങനെ എന്താക്കി? കോർത്ത് പിടിച്ചു. ലേണിംഗ് ഫോർവേഡ്, എന്നിട്ട് എന്ത് ചെയ്തു? കുനിഞ്ഞു നിന്നു, മുമ്പോട്ടേക്ക് ഇങ്ങനെ കുനിഞ്ഞു. ഷി കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദി മിഡിൽ ഓഫ് ഹിസ് പാം,
എന്ത് ചെയ്തു? ഷി കിസ്ഡ് ചെസ്റ്റേഴ്സ് റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം എന്നാൽ കൈപ്പത്തി ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ചേർത്ത് പിടിച്ചിട്ട് എന്ത് ചെയ്തു? ഒരു കിസ് കൊടുത്തു. കൈപ്പത്തീൻ്റെ ഉള്ളം കൈയുടെ മിഡിലായിട്ടൊരു കിസ്, ഒരു ചുംബനം കൊടുത്തു. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ആൻഡ് അപ്പ് ഹിസ് ആം ആൻഡ് ഇൻ ടു ഹിസ് ഹേർട്ട്. ചെസ്റ്റർ റാക്കൂണിന് എന്ത് തോന്നി? അമ്മയുടെ കിസ് കിട്ടിയപ്പോൾ അത് കൈകളിൽ നിന്ന് ഹൃദയത്തിലേക്ക്, ഇൻ ടു ഹിസ് ഹേർട്ട്, അവരുടെ ഹൃദയത്തിലേക്കായി പോകുന്നതായിട്ട് തോന്നി. ഇവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടൈൻഡ് ടിങ്കിൾഡ് വിത്ത് ഹിസ് സ്പെഷ്യൽ വാംത്ത്. ചെസ്റ്റർ റാക്കൂണിൻ്റെ രോമങ്ങൾ, ബ്ലാക്കും സിൽക്കി ആയിട്ടുള്ള രോമങ്ങൾ വരെ എന്ത് ചെയ്തു? ഒരു സ്പെഷ്യൽ വാംത്ത്, ചെറിയ ഇളം ചൂടുള്ളതായിട്ട് എന്ത് തോന്നി? റാക്കൂണ് തോന്നി. ഇവിടെ എന്താണ് കൂട്ടുകാരെ പറയുന്നത്? മാജിക് ഓഫ് ലവ് അല്ലേ? സ്നേഹത്തിൻ്റെ മാജിക്കാണ്. അമ്മയുടെ സ്നേഹത്തിൻ്റെ മാജിക്കാണ്. അനുസരണയില്ലാത്ത കുട്ടിയെ പോലും അനുസരണം പഠിപ്പിക്കുന്ന മാജിക്ക്. ആ മാജിക്കാണ്, അമ്മയുടെ മാജിക്കാണ് ഇവിടെ കഥാകാരി വർണ്ണിക്കുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കാം. മിസ് റാക്കൂൺ സ്മൈൽഡ്. മിസ് റാക്കൂൺ എന്ത് ചെയ്തു? അമ്മ റാക്കൂൺ സ്മൈൽഡ്, ചിരിച്ചു. നൗ ഷീ ടോൾഡ് ചെസ്റ്റർ. എന്നിട്ട് എന്ത് പറഞ്ഞു? എന്നിട്ട് ചെസ്റ്ററിനോട് പറഞ്ഞു, വെൻ എവർ യു ഫീൽ ലോൺലി, എപ്പോഴാണോ നീ ലോൺലി ആയിട്ട്, നീ ഒറ്റക്ക് തോന്നുന്നത്, എപ്പോഴാണോ നീ ഒറ്റപ്പെട്ടതായിട്ട് നിനക്ക് തോന്നുന്നത്, ആൻഡ് യു നീഡ് ലിറ്റിൽ ലവ് ഫ്രം ഹോം, എന്നിട്ട് നിനക്ക് വീട്ടിൽ നിന്നുള്ള സ്നേഹം വേണമെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്താൽ മതി? യു ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക് ആൻഡ് തിങ്ക്. എന്നിട്ട് നീ ഇങ്ങനെ ചിന്തിക്കണം. നിൻ്റെ കൈയുടെ കൈപ്പത്തി നിൻ്റെ ചീക്കിലേക്ക്, നിൻ്റെ കവിൾത്തടത്തിലേക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട് നീ ചിന്തിക്കണം. എന്ത് ചിന്തിക്കണം? മമ്മി ലവ്സ് യു. അമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എന്ത് ചെയ്യണം? നീ ഇങ്ങനെ തിങ്ക് ചെയ്യണം. ആൻഡ് ദ വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. എന്നിട്ട് അപ്പോൾ എന്ത് ചെയ്യും? ആ കിസ് ഉണ്ടല്ലോ, ആ മാജിക് കിസ് നിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ജമ്പ് ചെയ്തിട്ട് നിന്നെ സ്നേഹം കൊണ്ട് അതിങ്ങനെ മൂടും. ഷീ ടുക്ക് ചെസ്റ്റർ ഹാൻഡ് ആൻഡ് കെയർഫുള്ളി wrapped ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്. എന്നിട്ട് എന്ത് ചെയ്തു അമ്മ? ഷീ ടുക്ക് ചെസ്റ്റർ ഹാൻഡ്. അമ്മ ചെസ്റ്ററിൻ്റെ ഹാൻഡ് ഇങ്ങനെ മെല്ലെ ശ്രദ്ധയോടെ ഇങ്ങനെ കൈ പൊന്തിച്ചിട്ട് ചുംബനം കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? എന്നിട്ട് അമ്മ ഇതും കൂടി പറഞ്ഞത്, നൗ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്. ഷീ ടീസ്ഡ് ഹിം. അമ്മ ചെറുതായിട്ടൊന്ന് ചെസ്റ്റർ റാക്കൂണിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞത്, നൗ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്. നീ ഇത് ശ്രദ്ധിക്കണം, കളയരുത്. ബട്ട് ഡോണ്ട് വറി, പക്ഷെ എന്താക്കണ്ട, നീ പേടിക്കണ്ട. വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്, ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. When you open your hand to wash after having food, I promise the kiss will stick. When you open your hand, നീ എപ്പോഴാണോ നിൻ്റെ കൈ ഓപ്പൺ ചെയ്യുന്നത്, ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകാൻ വേണ്ടി എപ്പോഴാണോ നീ കൈ പൊന്തിക്കുന്നത്, ഐ പ്രോമിസ്, ഞാൻ പ്രോമിസ് ചെയ്യാണ്, ദ കിസ് വിൽ സ്റ്റിക്ക്. ആ കിസ് എന്ത് ചെയ്യും? അങ്ങ് കഴുകിയൊന്നും പോവില്ല. ദാറ്റ് വിൽ സ്റ്റിക്ക്, അതവിടെ സ്റ്റിക്ക് ചെയ്തിട്ട് അതങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. ചെസ്റ്റർ ലവ് ഹിസ് കിസ്സിങ് ഹാൻഡ്. അപ്പം ചെസ്റ്ററിന് അവൻ്റെ കിസ്സിങ് ഹാൻഡ്, ചുംബനമേറ്റ കൈ വളരെ ഇഷ്ടമുള്ളതായി, വളരെ ഇഷ്ടപ്പെട്ട്. നൗ ഹി ന്യൂ ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വെറെവർ ഹി വെൻറ്റ്, ഈവൻ ടു ദ സ്കൂൾ. എന്നിട്ട് അവൻ എന്ത് മനസ്സിലാക്കി? നൗ ഹി നോ, അപ്പോൾ അവനക്കറിയാം ഹിസ് മദേഴ്സ് ലവ്, അവൻ്റെ അമ്മയുടെ സ്നേഹം എവിടെയും പോകില്ല അല്ലേ? എവിടെ പോയാലും സ്കൂളിൽ പോയാലും അവൻ്റെ അമ്മയുടെ സ്നേഹം അവൻ്റെ കൂടെ തന്നെ ഉണ്ട്. ദാറ്റ് നൈറ്റ് ചെസ്റ്റർ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് സ്കൂൾ ആൻഡ് ലുക്ക്ഡ് തോട്ട്ഫുൾ. ആ രാത്രിയിൽ ചെസ്റ്ററെ സ്കൂളിൻ്റെ മുമ്പിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ചിന്തിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ച് നിന്നു. സഡൻലി ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്. പെട്ടെന്ന് എന്ത് ചെയ്തു? പെട്ടെന്ന് ഹി ടേൺഡ്, അവൻ അമ്മേൻ്റെ നേർക്ക് തിരിഞ്ഞു. തിരിഞ്ഞു. ടു ഹിസ് മദർ, അമ്മയുടെ നേർക്ക്, ആൻഡ് ഗ്രിൻഡ്. എന്ത് ചെയ്തു? ഗ്രിൻഡ് എന്ന് പറഞ്ഞാൽ ചിരിച്ചു. സ്മൈൽഡിൻ്റെ വേറെ വാക്കാണ് ഗ്രിൻഡ്. ഗിവ് മീ യുവർ ഹാൻഡ്, ഹി ടോൾഡ് ഹെർ. ഗിവ് മീ യുവർ ഹാൻഡ്, അമ്മയുടെ കൈയൊന്നെങ്കിൽ തന്നെ എന്ന് അമ്മേനോട് പറഞ്ഞു. ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ഇൻ ഹിസ് ഓൺ ആൻഡ് അൺഫോൾഡ് ഹെർ ലാർജ്
ഫെമിലിയർ ഫിംഗർ ഇൻ ടു എ ഫാൻ. ചെസ്റ്റർ എന്ത് ചെയ്തു? അമ്മയുടെ കൈകൾ ഇങ്ങനെ കയ്യിലേക്ക് എടുത്തിട്ട് എന്ത് ചെയ്തു? അമ്മ പിടിച്ചതുപോലെ തന്നെ, നേരത്തെ അമ്മ പിടിച്ചതുപോലെ തന്നെ അമ്മയുടെ കൈകൾ ഇങ്ങനെ എടുത്തു. നെക്സ്റ്റ് ഹി ലോൺഡ് ഫോർവേഡ് ആൻഡ് കിസ്ഡ് ദ സെൻറ്റർ ഓഫ് ഹെർ ഹാൻഡ്. എന്നിട്ട് അമ്മ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്തു? അമ്മയുടെ കയ്യിൽ സെൻറ്ററിൽ ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ്. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. നിനക്കും അമ്മയ്ക്കുണ്ട് എന്ത്? ഇപ്പോൾ ഒരു ചുംബനമേറ്റ കൈകൾ അല്ലേ? അമ്മയ്ക്കുമുണ്ട്. ഹി ടോൾഡ് ഹെർ മദർ വിത്ത് എ ജെൻറ്റിൽ ഗുഡ് ബൈ. എന്നിട്ട് അമ്മയോടൊരു ജെൻറ്റിലായിട്ട്, അമ്മയോടൊരു മെല്ലെ ഒരു ഗുഡ് ബൈ പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഐ ലവ് യു, ചെസ്റ്റർ സെയ്ഡ് ആസ് ഹി ടേൺഡ് ആൻഡ് ഡാൻസ്ഡ് അവേ. എന്നിട്ട് തിരിഞ്ഞ് നിന്ന് ഡാൻസ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അമ്മേനോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഐ ലവ് യു അമ്മ, ഐ ലവ് യു, ഞാൻ അമ്മേനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് പോയി. മിസ് റാക്കൂൺ വാച്ച്ഡ് ചെസ്റ്റർ സ്കാമർ അക്രോസ് എ ട്രീ ലിംബ് ആൻഡ് എൻ്റർ ദ സ്കൂൾ. മിസ് റാക്കൂണ് ചെസ്റ്റർ റാക്കൂൺ ഇങ്ങനെ തുള്ളിച്ചാടി പോകുന്നത് ഒരു മരത്തിൻ്റെ പുറകിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കാണുകയാണ്. ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദ ന്യൂ സ്കൂൾ ഇയർ റാങ് ഷീ പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹെർ ചീക്ക് ആൻഡ് സ്മൈൽഡ്. ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദ ന്യൂ സ്കൂൾ ഇയർ റാങ്. ന്യൂ സ്കൂൾ ഇയർ എന്ന് പറഞ്ഞാൽ പുതിയ അധ്യയന വർഷത്തിൻ്റെ ആദ്യത്തെ ബെല്ല് ഇങ്ങനെ മുഴങ്ങാണ്. അതിങ്ങനെ കേട്ടപ്പോൾ എന്ത് ചെയ്തു? അമ്മ റാക്കൂണ് അമ്മയുടെ കൈ ഇങ്ങനെ ചീക്കിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തു. ചുംബനമേറ്റല്ലേ, കിസ്സിങ് ഹാൻഡ് ഇങ്ങനെ പൊക്കിയിട്ട് അമ്മയുടെ ചീക്കിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചിരിച്ചു. ദ വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ് ഫിൽഡ് ഹെർ ഹേർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്. കിസ്സിങ് ഹാൻഡിലെ കിസ്സിങ് ഹാൻഡ് ഇങ്ങനെ മുഖത്തിങ്ങനെ പ്രസ് ചെയ്തപ്പോൾ അമ്മക്ക് എന്ത് ഫീൽ ചെയ്തു? ദ വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ്. ചെസ്റ്ററിൻ്റെ കിസ്സിൻ്റെ ചൂട് അല്ലേ, ഊഷ്മളത, ഇളം ചൂട് അമ്മക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടു. വിത്ത് സ്പെഷ്യൽ വേർഡ് അല്ലേ, ഒരു ചെസ്റ്റർ പറഞ്ഞ ഒരു സ്പെഷ്യൽ വേർഡിൻ്റെ കൂടെ അമ്മക്ക് ഇങ്ങനെ അവൻ്റെ കിസ് ഇങ്ങനെ അനുഭവപ്പെട്ടു. ചെസ്റ്റർ ലവ്സ് യു ഇറ്റ് സാങ്. ചെസ്റ്റർ ലവ്സ് യു, അതിങ്ങനെ പാട്ട് പാടുകയാണ്. ചെസ്റ്റർ ലവ്സ് യു, ചെസ്റ്റർ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ട്, ചെസ്റ്റർ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഗായ്സ്, സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? എന്താണ് ഈ കഥയിൽ പറയുന്നത്? എ ലവ് ബിറ്റ്വീൻ എ മദർ ആൻഡ് എ സൺ അല്ലേ, എ മാജിക് ഓഫ് മദേഴ്സ് ലവ് അല്ലേ, അമ്മയുടെ സ്നേഹത്തിൻ്റെ മാജിക്കാണ് ഇവിടെ പറയുന്നത്. ഏത് അനുസരണയില്ലാത്ത കുട്ടിയെയും അനുസരിക്കാൻ ശീലിപ്പിക്കുന്ന അമ്മയുടെ സ്നേഹം അല്ലേ. അമ്മയുടെ സ്നേഹം. അമ്മ വളരെ സ്നേഹത്തോടെ, വളരെ കണ്ണിങ്ങായിട്ട് മകനോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കൊണ്ട് മടിയനായ മകന് വളരെ ഇൻട്രസ്റ്റോടെ സ്കൂളിലേക്ക് പോവുകയാണല്ലേ. നിങ്ങളുടെ അമ്മമാരും ഇങ്ങനെയാണോ? നിങ്ങളെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കില്ലേ? അത് തന്നെയാണ് ഇവിടെയും കഥാകാരി ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെ ചോദ്യമാണ്. ഹൂ ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? ആരാണ് ഈ മെയിൻ ക്യാരക്ടേഴ്സ്? ഈ കഥയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? അമ്മ റാക്കൂൺ, മദർ റാക്കൂണും പിന്നെ ചെസ്റ്റർ റാക്കൂണും അല്ലേ. ഇനി നമുക്ക് ഈ കഥ എഴുതിയ കഥാകാരി ഒന്ന് പരിചയപ്പെട്ടാലോ? ഓൺട്രി പെൻ ഈസ് ആൻ അമേരിക്കൻ റൈറ്റർ. ഓൺട്രി പെൻ എന്നാണ് ഈ കഥ എഴുതിയ കഥാകാരിയുടെ പേര്. അതൊരു അമേരിക്കൻ റൈറ്ററാണ്, അമേരിക്കയിലുള്ള കഥാകാരിയാണ്. ഓഫ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്കുള്ള കഥ എഴുതുന്ന കഥാകാരിയാണ്. ഷീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ദ കിസ്സിങ് ഹാൻഡ്, എ പിക്ചർ ബുക്ക് ഫീച്ചറിങ് റാക്കൂൺ വിത്ത് ഹ്യൂമൻ ക്വാളിറ്റീസ്. ഹ്യൂമൻ ക്വാളിറ്റീസ് ഉള്ള, മാനുഷിക ഗുണങ്ങളുള്ള ഈ കഥ, ഇത് ദ കിസ്സിങ് ഹാൻഡ് എന്നുള്ള ഈ കഥയിലൂടെയാണ് കഥാകാരിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഏറ്റവും അറിയപ്പെട്ട കഥ എന്ന് പറയുന്നത് ദ കിസ്സിങ് ഹാൻഡ് എന്നുള്ള ഈ കഥയാണ്. ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? മിസ് പറഞ്ഞു തന്ന കഥകളൊക്കെ ഇഷ്ടപ്പെട്ടോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് ഇതിൽ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. മിസ് പറഞ്ഞു തരാം, എല്ലാം ശരിയാക്കാം. അടുത്ത വീഡിയോയിൽ നമുക്കത് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ. താങ്ക് യു.